ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഗ്രാഫൈറ്റ് കമ്പനികളെക്കുറിച്ചും പ്രോട്ടിയാൻ ടെക്നോളജീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മിനിയാന്നത്തെ വളരെ വലിയൊരു മൂവിന് ശേഷം ഇന്ന് മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 271 പോയിന്റ് താഴ്ന്ന് 82,059ലും നിഫ്റ്റി 74 പോയിന്റ് താഴ്ന്ന് 24,945ലാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ഇന്ന് IT, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. IT സെക്ടർ ഏകദേശം 1.4% ഡൗൺ ആയിരുന്നു. ഇന്ന് ഏറ്റവും മോശം പെർഫോമൻസ് ചെയ്ത സെക്ടറും IT സെക്ടർ ആയിരുന്നു. റിയൽറ്റി സെക്ടർ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 2.2% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 1.5%, ഫാർമ സെക്ടർ 0.5% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ വീഴ്ചകളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന്, നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോയിൽ പറഞ്ഞാണ് മൂഡീസ് US ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചിരുന്നു. AAA നിന്ന് AA1 കുറച്ചിരുന്നു. പിന്നെ US ട്രഷറി ഈൽഡിൽ വൻ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. 10-year US ബോണ്ട് ഈൽഡ് ഏകദേശം 4.52% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലക്കാണിത്. അതുകൂടാതെ ഗ്ലോബൽ മാർക്കറ്റും ഇന്ന് വീക്കായിരുന്നു. S&P ഫ്യൂച്ചേഴ്സ് 1% ഡൗൺ ആയിരുന്നു. ഡോ ഫ്യൂച്ചേഴ്സും 0.7% ഡൗൺ ആയിരുന്നു. IT സ്റ്റോക്സ് നല്ല രീതിയിൽ നിഫ്റ്റിയെ താഴോട്ട് വലിച്ചിട്ടുണ്ട് ഇന്ന്. കൂടാതെ ഇന്ത്യ വിക്സും സ്പൈക്ക് ആയിട്ടുണ്ട്. ഏകദേശം 11% വർദ്ധിച്ച് 19.81 ആയിട്ടുണ്ട്. ഇതൊക്കെ നിഫ്റ്റിയുടെ ഫാളിന് കാരണമായിട്ടുണ്ട്. ഇനി നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഡിക്സൺ ടെക്നോളജീസ്, സൈഡസ് ലൈഫ് സയൻസ്, ടൊറൻറ്റ് ഫാർമ തുടങ്ങിയ കമ്പനികളാണ്. ഇതിൻ്റെ മൊത്തം ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ന്യൂസ് സൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, മെയിൻ സൈറ്റിലല്ല. ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യത്തെ അപ്ഡേറ്റ് ഗ്രാഫൈറ്റ് സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടാണ്. ഗ്രാഫൈറ്റ് സ്റ്റോക്കുകളിൽ നിന്ന് നല്ല മൂവ് തന്നിരുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ജപ്പാൻ്റെ റെസോനാക് ഹോൾഡിംഗ്സ് ചൈനയിലും മലേഷ്യയിലുമുള്ള അവരുടെ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് പ്ലാന്റുകൾ ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ്. മാർജിൻ പ്രഷർ കാരണമാണ് അവരത് ക്ലോസ് ചെയ്യുന്നുള്ളത്. ഇനി അവർ വെറും 4 സൈറ്റുകൾ മാത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ജപ്പാൻ, US, ഓസ്ട്രിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്ലോബൽ പ്ലെയറാണ് റെസനാക്. ഈ ഒരു ഷട്ട് ഡൗൺ കാരണം റെസനാക്കിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ 1/3 എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്ലോബലി ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിൻ്റെ സപ്ലൈ ഗ്യാപ്പ് ഉണ്ടാവും. അത് നമ്മുടെ ഗ്രാഫൈറ്റ് കമ്പനികളായിട്ടുള്ള HEG, ഗ്രാഫൈറ്റ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള HEG 70% ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇന്ത്യയിൽ 6 ബ്രാൻഡുകളുണ്ട്. ജർമ്മനിയിലും ഒരു സബ്സിഡിയറി ഉണ്ട്. അടുത്തത് പ്രോട്ടിയാനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് PAN 2.0 പ്രൊജക്റ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അടുത്ത ഒരു സ്റ്റേജിലേക്ക് അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഫുള്ളായിട്ടുള്ള ഒരു ടെക്നോളജി റീവാമ്പ് ആവശ്യമായിരുന്നു. ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻ്റനൻസ് ഓഫ് പാൻ സിസ്റ്റം, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഒരു ടോട്ടൽ റീവാമ്പ് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ്. പ്രോട്ടിയാൻ PAN 2.0ക്കുള്ള സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ഇപ്പോഴുള്ള പാൻ പ്രോസസ്സിങ്ങിനെ ഇതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല. FY25 ഫസ്റ്റ് ഹാഫിൽ പ്രോട്ടിയാൻ്റെ 61% ബിസിനസ്സും പാൻ റിലേറ്റഡ് സർവീസിൽ നിന്നായിരുന്നു വന്നിരുന്നത്. കമ്പനിക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ, പാനുമായി ബന്ധപ്പെട്ട സെഗ്മെൻറ്റിൽ 64% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. അടുത്തത് ടെലികോം കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ വോഡഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് അവർക്ക് FY26 ശേഷം അവർ നിലനിൽക്കാൻ സാധ്യത കുറവാണ്, അവരുടെ AGR ഡ്യൂസ് ഒഴിവാക്കിയില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ. കാരണം അവർക്ക് മുമ്പോട്ട് പോകാൻ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കടം കൂടി വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി തന്നെ ഇവരത് ഒഴിവാക്കി തരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അതുകൂടാതെ എയർടെൽ, വോഡഫോൺ ഐഡിയ, ടാറ്റ ടെലികോം സർവീസസ് തുടങ്ങിയ കമ്പനികൾ ഈ AGR ഡ്യൂസിന് മുകളിലുള്ള ഇൻട്രസ്റ്റ്, പെനൽറ്റീസ്, ആ പെനൽറ്റിക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റ്, ഈ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി തരാൻ വേണ്ടി ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോർട്ട് അത് പൂർണ്ണമായിട്ട് നിരസിച്ചിരിക്കുകയാണ് ഇന്ന്. വോഡഫോൺ ഐഡിയക്ക് തന്നെ ഈ ഒരു AGR ഡ്യൂസുമായി ബന്ധപ്പെട്ട് ഏകദേശം 45,000 കോടിയുടെ ലയബിലിറ്റീസ് ഉണ്ട്. എയർടെലിനും സിമിലർ ആണ്, 43,980 കോടിയുടെ ലയബിലിറ്റീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ ലയബിലിറ്റീസ് മാത്രമല്ല, അതിന് മുകളിൽ ഇൻട്രസ്റ്റും, ആ ഇൻട്രസ്റ്റ് മുകളിൽ പെനൽറ്റിക്ക് മുകളിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ തുക വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വോഡഫോൺ ഐഡിയ പറഞ്ഞത് 2026 ശേഷം അവർക്ക് ഇത് വെച്ച് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ കോർട്ടും ആ ഇൻട്രസ്റ്റും പെനൽറ്റിയും കാര്യങ്ങളും ഒഴിവാക്കണം എന്നുള്ള പെറ്റീഷനും കൂടി തള്ളിയിരിക്കുകയാണ്. അടുത്തത് ഗ്രോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഗ്രോയുടെ IPO വരുന്നുണ്ട് അടുത്ത് തന്നെ. കറൻ്റ് ആക്റ്റീവ് യൂസർ ബേസ് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറാണ് ഗ്രോ.
അവരുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അവരൊരു ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫിസ്ഡമിനെ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100% ഓൾ ക്യാഷ് ഡീലാണ്. ഏകദേശം 150 മില്യൻ്റെ ഡീലാണ്. 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഗ്രോ അവരുടെ IPOക്കുള്ള പേപ്പേഴ്സ് സെറ്റിക്ക് സമർപ്പിക്കും. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ IPO വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. IPOക്ക് മുമ്പായിട്ട് അവരൊരു പ്രീ IPO റൗണ്ട് നടത്തിയിരുന്നു. ടോട്ടൽ 250 മുതൽ 300 മില്യൻ്റെ ഒരു ഫണ്ട് റൈസിങ് ആയിരുന്നത്. അതിൽ തന്നെ 150 മില്യണും സിംഗപ്പൂരിൻ്റെ GIC ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ടോട്ടൽ വാല്യുവേഷൻ അപ്പോൾ കണക്കാക്കിയിരുന്നത് 7 ബില്യൺ ആയിരുന്നു. ഇനി ഫിസ്ഡമിൻ്റെ മെയിൻ പ്രൊഡക്ട്സ് നോക്കിയാൽ മ്യൂച്വൽ ഫണ്ട്, PMS, ബോൺസ്, ടാക്സ് ഫയലിംഗ് സർവീസസ് തുടങ്ങിയവയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഗ്രോ FY24 ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3155 കോടിയുടെ റവന്യൂ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും 805 കോടിയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർ US നിന്ന് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് വഴി ഒരു 1340 കോടിയുടെ വൺ ടൈം ടാക്സ് വന്നിരുന്നു. അത് കാരണമാണ് അത്രയും വലിയ ലോസ് വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.